അടുത്ത് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി പിക്ചർ ദ സർക്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റർസെക്ട് ദ മിഡിൽ സർക്കിൾ അറ്റ് PQRS. അതായത് മൊത്തം 3 സർക്കിൾ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഓരോ സർക്കിൾ. ഇത് രണ്ടും ഈ മിഡിൽ സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്നു. ഈ പോയിന്റ് PQRS ഇന്റർസെക്ട് ചെയ്യുന്നു. Lines joining these meet the left and right circles ABCD. ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ലൈൻ ABCD is a cyclic quadrilateral എന്ന് പ്രൂഫ് ചെയ്യണം. ഈ വലിയ ഇതില്ലേ ABCD is a cyclic quadrilateral എന്ന് നമ്മൾ പ്രൂഫ് ചെയ്യണം. നേരത്തെ നോക്കിയ കണക്ക് അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ നമുക്ക് മൊത്തം 3 സർക്കിളുണ്ട്. അതുപോലെ ഈ ലൈനും ഈ ലൈനും ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ക്വാഡ്രിലേറ്ററൽ ഷേപ്പ് കിട്ടുന്നു. ഓക്കെ, ഇത് നമ്മൾ സൈക്ലിക് ആണെന്ന് പ്രൂഫ് ചെയ്യണം. അതായത് ഇപ്പോൾ തനിയെ ഓരോന്നും സൈക്ലിക് ആണ്, പക്ഷെ ടോട്ടലി ദിസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്നാണ് നമ്മൾ പ്രൂഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് സൈക്ലിക് ആണെങ്കിൽ രണ്ട് ആംഗിൾസ് എത്ര ആയിരിക്കണം? 180 ഡിഗ്രി എന്ന് പ്രൂഫ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമുക്ക് ഈ ആംഗിൾ എടുക്കാം, ആംഗിൾ ബി = x എന്നെടുക്കാം. ആംഗിൾ ബി = x, ഇതിനെ x എന്നെടുക്കുന്നു. ഓക്കെ, നേരത്തെ കണ്ടതുപോലെ തന്നെ ആദ്യം ഈ ട്രപ്പീസിയം എടുക്കുക. ദിസ് ഈസ് എ സൈക്ലിക് ട്രപ്പീസിയം. ABQD, ഈ പോയിന്റ് ABQD ട്രപ്പീസിയം ABQD, ദാറ്റ് ഈസ് സൈക്ലിക്. സൈക്ലിക് ആകുമ്പോൾ എന്നാവും? ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പോൾ ആംഗിൾ ABQ പ്ലസ് ആംഗിൾ ABQ പ്ലസ് ADQ എത്ര വരണം? 180 ഡിഗ്രി വരണം. ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പോഴാണ് സൈക്ലിക് ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ സൈക്ലിക് ട്രപ്പീസിയം. അപ്പോൾ ഇത് x ആണെങ്കിൽ ഇത് എത്ര വരും? 180 മൈനസ് x. അപ്പം ആംഗിൾ ADQ = 180 മൈനസ് x. ഈ ഭാഗം 180 മൈനസ് x. അപ്പോൾ റിമൈനിങ് പാർട്ട് എത്രയായിരിക്കും? മൊത്തത്തിൽ ഈ ലൈനിൻ്റെത് 180 ഡിഗ്രി, ഇത് 180 മൈനസ് x. അപ്പോൾ മൊത്തം 180 നിന്ന് ഇത് കുറച്ചാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ 180 മൈനസ് ഈ ആംഗിൾ എത്ര? 180 മൈനസ് x. അപ്പോൾ 180 മൈനസ് 180 പ്ലസ് x, ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം എത്രയായി? x ആയി. അടുത്ത് ഈ ട്രപ്പീസിയം എടുക്കണം, PQRS. ഇത് സൈക്ലിക് ആയിരിക്കുന്നതുകൊണ്ട് ഇത് x ആണെങ്കിൽ ഇതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വരണം. അപ്പോൾ ഇത് x. അപ്പോൾ ഇത് എത്ര വരും? ആംഗിൾ RPQ = x. Then ആംഗിൾ QSR = 180 മൈനസ് x. അത് മൊത്തം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരും. അതിൽ നിന്ന് 180 നമ്മൾ ഈ എക്സിനെ കുറച്ചാൽ ബാക്കി ഇത് വരും. അപ്പോൾ 180 മൈനസ് x. 180 മൈനസ് x വരുമ്പോൾ ഇതിൻ്റെ റിമൈനിങ് പാർട്ട് 180 മൈനസ് x അതിൽ നിന്ന് കുറച്ചാൽ മതി. ടോട്ടലി 180.
Therefore, angle RSD, this angle RSD equal to 180 എന്ന് ഈ പാർട്ട് കുറയ്ക്കണം. 180 minus x, 180 minus x, then 180 minus 180 plus x. അപ്പോൾ ഇത് രണ്ടും അടിയാവും. this equal to x. അപ്പോൾ ഈ പാർട്ട് എത്ര? x. ഇത് x, ഇത് 180 minus x, ഇത് x, ഇത് 180 minus x, ഇത് x. അപ്പോൾ ഈ പാർട്ട് എത്ര വരും? 180 minus x. ആംഗിൾ RCD ഈക്വൽ ടു ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. അപ്പോൾ ഇത് x ആണെങ്കിൽ ഇത് എത്ര വരും? 180 minus x, 180 minus x. ഓക്കെ. ഇപ്പം നമുക്ക് ഇതെല്ലാം ഇടയ്ക്കുള്ളതെല്ലാം വിട്ടിട്ട് ഈ വലിയ ക്വാഡ്രിലേറ്റർ എടുക്കുക. ക്വാഡ്രിലേറ്റർ ABCD, ABCD ഇതെടുത്തിട്ട് ഈ ആംഗിൾ, ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ, ആംഗിൾ ബി, ആംഗിൾ സി, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 വന്നാൽ ഇത് ടോട്ടലി ഒരു സൈക്ലിക് ട്രപ്പീസിയം അല്ലെങ്കിൽ ക്വാഡ്രിലേറ്റർ. ഓക്കെ. അപ്പോൾ ആംഗിൾ ABD പ്ലസ് ആംഗിൾ ACD, ABD എത്രയാ? x പ്ലസ് ദിസ് ആംഗിൾ 180 മൈനസ് x. അപ്പോൾ x അടിയായും ബാലൻസ് 180. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ക്വാഡ്രിലേറ്റർ ഈസ് സൈക്ലിക്.